ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം നമ്മൾ ജീവിച്ച് പരിചയമില്ലാത്ത ഒരു സാമൂഹിക ഘടനയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നെനിക്ക് സംശയം. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരു 50, 60, 70കളിലൊക്കെ ജനിച്ച, സ്വാതന്ത്ര്യം ലഭിച്ച അധികം നാൾ കഴിയാതെ ജനിച്ച ഒരു തലമുറയുണ്ട്. ഒരു പരിധിവരെ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും ആ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ആ ഒരു മാഹാത്മ്യവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരുടെ ജീവിതചരിത്രവും അവരുടെ പ്രവൃത്തിയുടെ പ്രചോദനവും ഒക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ ആരാധിക്കുകയും അത് വെച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു തലമുറയാണ് നമ്മുടെ തലമുറ എന്ന് പറയുന്നത്. പക്ഷെ ആ തലമുറയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകും. ആ തലമുറയ്ക്ക് ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും സഹോദര്യവും സഹിഷ്ണുതയും രാജ്യത്തിനോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് ഒരു തോന്നൽ എനിക്കും ഉണ്ടായി വരുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യമല്ലല്ലോ, നമ്മുടെ ഒരു മതേതര രാജ്യമല്ലേ. മതേതര രാജ്യത്തിൻ്റെ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ അഹംഭാവവും ആത്മാഭിമാനവും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടേത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുക, അവർക്ക് അവരോടൊപ്പം ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു ആഗ്രഹവും ആവേശവും ഒക്കെയാണ് നമുക്ക്. അതിനകത്ത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ മാറ്റി നിർത്തപ്പെടാതെ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണോ അതോ സാറിന് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? മതം ഉണ്ട്. അത് പിന്നെ നമ്മൾ എല്ലാം നമ്മുടെ കാലത്തെ പോലെ നിൽക്കണമെന്നില്ല. ചേഞ്ച് അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഒരു ഗ്ലോബൽ ഫിനോമിനൻ എന്നുള്ള രീതിയിൽ വിശ്വാസത്തിനും ലൈഫ് സ്റ്റൈലിനും എല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഛേദം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം എല്ലാ കാലത്തും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഈ ബോധപൂർവം ചില ശക്തികൾ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഈ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനും മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. ആ പ്രവണത കൂടുതലാണ്. അതാണ് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യം. അല്ലാതെ ഉള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ട് നടക്കുന്ന ഒരു ചേഞ്ച്. അത് സ്വാഭാവികമായിട്ടും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ഏതോ കാർൽ മാർക്സ് വരെ പറഞ്ഞിരിക്കുന്നത്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ. മാറ്റം സ്വാഭാവികമാണ്. തലമുറകളുടെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചരിത്രത്തിൽ വായിച്ചിരിക്കുന്ന നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറ അനുഭവിച്ചത് ഇവിടെ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള നീചത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഒക്കെ അനുഭവിച്ച ഒരു തൊട്ടു തലമുറയിൽ നമ്മുടെ കാരണന്മാർ വരെ ഉണ്ടായിരുന്നത്. ആ മനസ്ഥിതി ഇപ്പോഴും വെച്ചുകൊളുത്തുന്ന അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് കാണിക്കുന്നുണ്ട്. അകത്ത് കാണിക്കും അല്ല, അറിയാതെ പുറത്തോട്ട് വരുന്ന ആവശ്യം. ഒരു രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയാം, നമ്മുടെ സുരേഷ് ഗോപി ഒരു തവണ പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച് ശ്രീകൃഷ്ണൻ്റെ ശബരിമല ശ്രീകോവിൽ കയറി പൂജ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ജന്മാഭിലാഷം എന്ന് പറഞ്ഞാൽ അത് എത്ര ആ ചാതുർവർണ്ണയത്തിൻ്റെ ആ വെളിപ്പെടുത്തലുകൾ അറിയാതെ ഇങ്ങ് വരികയാണ്. നമ്മളൊക്കെ വിചാരിക്കുകയാണ്, ഞാനൊരു വൈശ്യനോ ശൂദ്രനായിട്ട് ജനിച്ചിട്ട് കുചേലനെ പോലെ ശ്രീകൃഷ്ണൻ്റെ സ്ത്രീകനാണെന്ന് വിചാരിക്കണം. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള. അതാ സാറേ ഇതിനകത്തുള്ള പ്രശ്നം എന്താക്കെയാണ്, ജന്മം കൊണ്ട് മഹത്വപ്പെടുക അല്ലാതെ കർമ്മം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെടാൻ ഇവരാരും തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ ദുഃഖം നമുക്ക് പറയുന്നത്. ഇവരെല്ലാം ജന്മം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെടുകയാണ്. കർമ്മം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെടാനാണ് ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് സർവ്വ ദൈവങ്ങളും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കർമ്മമാണ്. ആ കർമ്മത്തിലൂടെ നിങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുകയും നിങ്ങൾ ഏത് മഹത്വമായിട്ടുള്ള ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ജനിച്ച മതത്തിൻ്റെ പേരിൽ എന്നെ ദോഷവാക്കി മാറ്റുക, ഞാൻ ജനിച്ച മതം മാത്രമേ ഉള്ളൂ നല്ല മതം, ബാക്കിയെല്ലാ മതങ്ങളും മോശമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുക. അങ്ങനെ ഈ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നിലനിൽപ്പിൻ്റെയും ചില ആളുകളുടെ അധികാരങ്ങൾ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ട്. എല്ലാ മതവും നല്ലത് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കർമ്മം ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാമെന്ന് ഏത് മതമാണ് പറഞ്ഞേക്കുന്നത്?
ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഏത് മതമാണ് പറഞ്ഞേക്കുന്നത്? അതൊക്കെ ഓരോ മതങ്ങൾ ഏറ്റവും നല്ല ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് അങ്ങ് മാറ്റി വെച്ചിട്ട് അതിലെ എങ്ങനെ കൈകാര്യം ചെയ്യാം, നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാമെന്നാണ് പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം മതവും രാഷ്ട്രീയം എന്നുള്ളതാണ്. ഈ മതത്തെക്കുറിച്ച് എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ മതേതര രാഷ്ട്രമാണ്. ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം, ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് മറ്റു മതങ്ങളെ പുച്ഛിക്കുവാനോ അവരെ അവഹേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. അത് ആ സ്വാതന്ത്ര്യത്തിനൊരു വരമ്പുണ്ട്. അപ്പം എൻ്റെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ എനിക്കതിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം അത് നമ്മുടെ സഹജീവികളുടെ ജീവനും സ്വത്തിനും ദോഷം വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ദോഷം വരുന്നില്ലെങ്കിൽ, നിയമവിധേയമാണെങ്കിൽ, നമ്മുടെ സാമൂഹികമായി അക്സെപ്റ്റബിൾ ആകുകയാണെങ്കിൽ എന്തും ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും മറ്റുള്ള മതങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വിശ്വസിക്കാതിരിക്കാം എന്നുള്ളതും അവകാശമാണ്. അതാണ് മതേതരത്വത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. മതേതരത്വത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. എനിക്ക് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ അത് നമുക്ക് അതാ ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ജീവിച്ചു വന്ന ആ സമൂഹത്തിലും അത് വലിയ കുഴപ്പമില്ലാതെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് നമുക്ക് അനുഭവേദ്യമായിരുന്നു. നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിൽ വന്ന് അവിടെ അനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. മുസ്ലിം പള്ളികൾ ഞാനിവിടെ എല്ലാം പോവുകയും അവരെല്ലാം ആരാധനകൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്, പോയിട്ടുള്ള ആളാണ് പതിനപാടൊക്കെ. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു വേലിക്കെട്ടുകൾ ആരാലൊക്കെയോ സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അത് കളഞ്ഞു പോയൊരു ബാല്യത്തിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ പരിഷ്കൃത സമൂഹം ഇതല്ല നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ഒരു അത്ഭുതമാണല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാനാജാതി മതസ്ഥരും വിശ്വാസങ്ങളും ഭാഷകളും ആചാരങ്ങളും വസ്ത്രവ്യത്യാസങ്ങളും ഭക്ഷണ രീതികളും എല്ലാം വൈവിധ്യമാർന്ന വൈവിധ്യത്തിലധിഷ്ഠിതമായ ഒരു വൈവിധ്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് എൻ്റെ അതിനെ പറഞ്ഞിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വരതയാണ്. അതായത് ഒരു നൂലിൽ ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് ഒരു നൂലിൽ കോർത്തിട്ട് ഒരു പൂമാലയാക്കി മാറ്റി അത് കഴുത്തിലണിയുന്ന ഒരു സൗന്ദര്യമാണ്. ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞത് ഇത് 12,000 രാജ്യങ്ങളായിട്ട് വിഭജിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് പോയ ആളുകളവർ. കാരണം ഈ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനങ്ങളും 2 രാജ്യവും 3 രാജ്യവും ആകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് ഈ വൈവിധ്യങ്ങളുടെ പേരിൽ. പക്ഷെ അതിനെല്ലാം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, ഭരണഘടന നമ്മൾ തന്നെ പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായ വി ദ പീപ്പിൾ, നമ്മൾക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ ഭരണഘടനയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാനും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും എല്ലാ ജാതിയെയും ഭാഷയെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിച്ചു വന്ന ഒരു തലമുറ. ആ തലമുറ ഇന്ന് ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഖിന്നരാണ്. ഇത് ഈ മതത്തിൻ്റെ കാര്യം പറയുമ്പം ഒരു 99% ആൾക്കാരുടെ മതം അവരുടെ ചോയ്സൊന്നുമല്ല. അവരിപ്പോൾ എവിടെ ജനിക്കുന്നു എന്ന് വെച്ചാണ്. ഇപ്പം ഞാൻ 2 ഹിന്ദു പേരൻസിനെ വെച്ചെങ്കിൽ ഞാനൊരു ഹിന്ദുവായി മാറും. അതിലൊരു 0.1% മാത്രം. ഇപ്പം കമലാസുരയെ പോലെയുള്ള ആൾക്കാരൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു 0.1% പോലും കാണിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ജനിച്ച് ആ മതത്തിൽ വിശ്വസിച്ച് പോന്നു എന്നതിനപ്പുറം നമ്മൾ ചിലപ്പം വേറൊരു മതത്തിൽപ്പെട്ടായിട്ട് ജനിക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും ആൾക്കാർ ഇനിയിപ്പം എൻ്റെ വിശ്വാസം, ഞാൻ ജനിച്ച ഒരു മതത്തിൽ, ഞാനിപ്പം ക്രിസ്തു മതത്തിൽ ജനിച്ചു, എൻ്റെ പേരൻസ് അതിൻ്റെ അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിൽ വളർന്നു, ഞാനൊരു ക്രിസ്ത്യാനിയായി. പക്ഷേ ആ എനിക്ക് വേണേൽ വിശ്വസിക്കാം ക്രിസ്തു മതമാണ്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ വേറൊരാളും അതുപോലെ വിശ്വസിക്കണമെന്ന് നമ്മൾ പറയുന്നിടത്താണ് ഈ ക്ലാഷ് വരുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെ ഞാനതിൻ്റെ ആ പോയിന്റിലേക്ക് തന്നെ വരുന്നത്. ഞാൻ ജനിച്ച് വളർന്ന സാറിനെ പോലെ തന്നെ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ച് പറഞ്ഞു, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ബൈബിളിനെ അനുസരിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ശത്രുവിനെ സ്നേഹിക്കുക, രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കുക, അത് കൂട്ട്
എല്ലാവരെയും സ്നേഹിക്കുക, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവൻ്റെ ദാസനായി തീരുക തുടങ്ങിയ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയ ഒരു ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നത്. ആ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിക്കാതെ അതിൽ കടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? ഒരു കാര്യം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റു ഹൈന്ദവ ദേവന്മാർ പറഞ്ഞിരിക്കുന്ന എത്രയോ നല്ല കാര്യങ്ങൾ, അതിന് ഭഗവത്ഗീതയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുക, കർമ്മഫലം ഈശ്വരൻ തരുമെന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞ ഹിന്ദുമതം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫലം നോക്കാതെ കർമ്മം ചെയ്യുക മാത്രമേ ഉള്ളൂ. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ പറഞ്ഞിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതുപോലെ നമ്മുടെ ഈ ലോകത്തിലെ എത്രയോ അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ ക്രിസ്തുവിന് മുമ്പ് വന്ന ശ്രീബുദ്ധനെ പറ്റിയും ജൈനെ പറ്റിയും പറഞ്ഞ ശ്രീബുദ്ധനാണല്ലോ ഏറ്റവും ആദ്യം ഒരാളൊക്കെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത്, ഹിംസ എന്ന് പറയുന്നത് ഒരാളും ചെയ്യരുതെന്ന് പറഞ്ഞ ഹിംസയുടെ നാട്ടിൽ അഹിംസയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സിദ്ധാന്തം ഇറക്കി അഷ്ടാംഗ പ്രമാണം ഇറക്കിയ ആളാണ് ശ്രീബുദ്ധൻ. ആ ശ്രീബുദ്ധൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഓർക്കണം. അവിടെയാണ് ഈ കലാപങ്ങളും ഈ പറഞ്ഞ തമ്പിത്തല്ലും ഈ മനുഷ്യനെ കൊല്ലുന്നതെന്നും നമ്മൾ ഓർക്കണം. അവിടെയാണ് നമ്മൾ എവിടെയോ ഈ ഒരു സൗഹൃദം കൈമോശം വന്നു പോയിട്ടില്ലേ എന്നാണ് അത്. ദൈവം എന്ന് പറയുന്ന പല രീതിയിൽ ഇപ്പം പറയാം. ഇപ്പം ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയും ഇതിനെല്ലാം. ഇപ്പം നമ്മുടെ എത്ര ഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മളല്ലെങ്കിൽ അതിനൊരു പേഴ്സണിഫൈ ചെയ്തിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പം ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പം നമ്മൾ ശരിക്കുള്ള ദൈവവിശ്വാസത്തിൽ നിന്ന് വളർന്നിട്ട് ഇത് കുറച്ച് റിച്വൽസും കുറച്ച് ആചാരങ്ങളും പുറത്ത് കാണിക്കാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചുരുങ്ങിപ്പോവുകയാണ് ശരിക്ക്. അതായത് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരണം, പക്ഷേ നമ്മുടെ സന്തോഷം നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നേടുന്നതിന് ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന തന്നെ ഉപകരണമായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ്. ഞാനൊക്കെ ഒരു പ്രാർത്ഥിക്കാൻ പള്ളിയിലൊക്കെ പോകുന്ന ഒരാൾ. നമ്മുടെയൊക്കെ പ്രാർത്ഥന സത്യത്തിലേ ഈ സ്വാർത്ഥതയല്ലേ. എൻ്റെ കാര്യം നടക്കണേ, എൻ്റെ പിള്ളേരുടെ കാര്യം നടക്കണേ, ഞാൻ വീട്ടിലെ കാര്യം നടക്കണേ, എനിക്ക് വിഷമം ഉണ്ടാകരുത്, എനിക്ക് സ്വപ്നം ഉണ്ടാകണേ, അങ്ങനെയല്ലാതെ ഈ ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാകണമേ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കണമേ ദൈവമേ എന്ന് പറയുന്ന പ്രാർത്ഥന, ലോകോ സമസ്തോ സുഖനോ ഭവന്തു എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു നാട്ടിൻ്റെ പിന്മറക്കാരാണ് നമ്മൾ. അതായത് നമ്മുടെ ഋഷിവര്യന്മാരെ പറ്റി പറയുന്നത് ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച ഒരു ഋഷിവര്യ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അല്ല, നമ്മുടെ പ്രാർത്ഥനയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അത് ചെയ്ത ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ. ലോകം മുഴുവൻ സുഖം പകരാനായി തിരുക്കുമെന്ന് പറഞ്ഞുള്ള പാട്ടൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ പറഞ്ഞിടത്താണെന്ന് ഓർക്കണം. ദൈവത്തിന്റെ പേരിൽ ഈ ബേറൂട്ടിലും ഈ പറഞ്ഞ ഈ കിടന്ന കലാപം ഏറ്റവും കൂടുതൽ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഈ ദൈവത്തിന്റെ പേരില. അറിയോ? ഈ ലോകത്തിൽ യുദ്ധങ്ങളെക്കാൾ കൂടുതൽ യുദ്ധം നടക്കുന്നത് പോലും ഇപ്പം ബേറൂട്ടില് അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. ബേസ് എന്താ അതിന്റെ? ജ്യൂസും പലസ്തീനും തമ്മിലുള്ള ഒരു അധികാര വടംവലി. അതിന്റെ അടിസ്ഥാനം പറയുന്നത് മതമാണ്. സത്യം പറഞ്ഞാൽ ഇസ്ലാം മതം പറയുന്ന സഹിഷ്ണുത, സ്നേഹം, സാഹോദര്യം, അതൊക്കെ അതിനെപ്പറ്റി ആധികാരികമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റത്തില്ല. ഇല്ല, അത്രയും നല്ല ഒരു മതമാണ് ഇസ്ലാം മതം. ആ മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊന്നിട്ട് അത് ഇവരെ കൊന്നാൽ ദൈവത്തിൽ മോശം കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ വഴിതെറ്റിക്കുന്ന കൊണ്ടുപോകുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നു. അതൊരു മൈനോറിറ്റിയാണ്. അവരവരുടെ കഴിവനുസരിച്ചും അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് കുറച്ച് ആൾക്കാരെ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാമല്ലോ. ഇപ്പം ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളതിനെക്കുറിച്ച് വരുമ്പോൾ ആൾക്കാർ നശിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു യുദ്ധം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഒരു സർവനാശം. ഒരു യുദ്ധം തുടങ്ങിയാൽ അതിൽ ഒരാൾ ജയിക്കണം, ഒരാൾ തോക്കണം, ആ രീതിയിലേക്ക് പിന്നെ പോകും. അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥരൊക്കെ കൂടി അതെപ്പം എന്നാലും എന്നാ മധ്യസ്ഥത കാണിച്ചു കഴിഞ്ഞാൽ ഒരു തോൽവിയും ചെയ്യുകൊണ്ടെന്നാ മതി. ഒരു നിരപരാധികളുടെ രക്തം ചീന്തുമല്ലേ അവിടെ? നിരപരാധികളുടെ രക്തമല്ലേ? 5000 ആളുകൾ കണക്കിൽ അതിന്റെ 4 ഇരട്ടി ആളുകൾ ദുരിതം അനുഭവിക്കുന്നു, പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു, രോഗത്താൽ വലയുന്നു. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. ഒരു നേരം കഴിച്ചിട്ട് രണ്ടാമത്തെ നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കയ്യോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ നരകയാതന അനുഭവിക്കും. അവിടെ രണ്ട് കൂട്ടരെ നമുക്ക് എന്നാ പറയാൻ പറ്റും. ഇപ്പം ഇസ്രായേലിലേക്ക് ഒരു
ദിവസം കുറേ പേര് കയറി 10,500 1,600 പേരെ ബന്ദികളായിട്ട് അവിടെ ഒരു ദിവസം കൊന്നു വളരെ ബ്രൂട്ടലായിട്ട് കൊന്നു. അപ്പോൾ ഇസ്രായേലിന് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ തിരിച്ചടിയിൽ തിരിച്ചടിയുടെ ക്രൂരമായി പോയി അല്ല, അതിൻ്റെ ദുഃഖഫലം അനുഭവിക്കുന്ന ആൾക്കാർ സാധാരണക്കാരാ. ഈ കൊന്നവനാണോ? അല്ല, കൊന്നവനൊക്കെ സുഖമായിട്ട് എവിടെയെങ്കിലും കേന്ദ്രങ്ങളിൽ ഇരിക്കും. അതുപോലല്ലേ ഇപ്പോൾ ഈ യുക്രൈൻ യുദ്ധം നടക്കുന്നു. ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? 2.5 വർഷം കഴിഞ്ഞു. ആർക്കും വേണ്ട ഒരു റീസണബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതിയായ ഒരു റീസണും പറയാനില്ലാതെ കുറച്ച് ആളുകളുടെ നമ്മുടെ ദൃഷ്ടിയിൽ അവർക്ക് പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. നമ്മുടെ ദൃഷ്ടിയിൽ അധികാരം സംരക്ഷിക്കപ്പെടുവാനും മറ്റ് നാളുകളിൽ മേൽക്കോയ്മ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള 2 രാഷ്ട്ര നേതാക്കന്മാരുടെ ഏകാധിപത്യത്തിൻ്റെ പരിണിതി പോലുമില്ലേ ഇപ്പം നടക്കുന്ന 2 യുദ്ധങ്ങളും ശരിക്കും ഒഴിവാക്കപ്പെടാവുന്ന യുദ്ധങ്ങൾ പെട്ടേ പറ്റുള്ളൂ. അല്ല, ശരിക്കും എല്ലാ മതത്തിന്റെ പേരിലൊക്കെ ആണെന്ന് ഓർക്കണം. അത് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാലും അത് ഒരു മതമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാൻ വേണമെങ്കിൽ. അപ്പം ഈ 2 യുദ്ധവും ശരിക്കും ആവശ്യമില്ലാത്തൊരു യുദ്ധമായിരുന്നു അത്. പക്ഷേ യുദ്ധങ്ങളെല്ലാം ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അല്ല, ഞാനിപ്പം യുദ്ധം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടൊരു കടന്നുകയറ്റമുണ്ടായ ഒരു യുദ്ധം വേണ്ടി വരും. അത് നമ്മുടെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു ബാധ്യതയാണ്. അല്ലാതെ ഇപ്പം ഈ സോവിയറ്റ് യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ യുക്രൈന് മറ്റേ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം കൊടുക്കുമെന്നുള്ള നാറ്റോയിൽ അംഗത്വം കൊടുക്കുമെന്നുള്ള ഒരു ഇതിൻ്റെ ബേസിലാണ് അതിൻ്റെ റഷ്യക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയത്. അതെല്ലാം പെട്ടല്ലോ, ആഗോളം പെടും. നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി എന്തായിരിക്കുന്നത്? കാശ്മീരിൽ എത്രയോ വർഷങ്ങൾ ഇന്ത്യ വിഭജനം, ഇന്ത്യ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറേണ്ടതല്ലേ? അവിടെ എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് തിരിക്കപ്പെട്ടത്? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്നത്. തിരിക്കപ്പെട്ടത് പോട്ടെ സാറേ, തിരിച്ചു കഴിഞ്ഞാലും പിന്നെ അവരുടെ സമാധാനം നിലനിർത്താറില്ലല്ലോ. പിന്നെ അവിടെയും നുറഞ്ഞേറ്റമല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ എവിടെയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്, അതായത് 2 രാജ്യങ്ങളുടെയും സമ്പത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിക്കപ്പെടുന്നു. നമ്മുടെ യൗവനത്തിൻ്റെ ആയിട്ടുള്ള എത്രയോ ചെറുപ്പക്കാർ അവിടെ ബലിയഴിക്കപ്പെടുന്നു, വീരമൃത്യു വഹിക്കുന്നു. ഈ കൊടും തണുപ്പിലും -ഡിഗ്രികളിലും അവിടെ പോയി ബങ്കുകളിൽ താമസിച്ച് നുഴഞ്ഞേറ്റക്കാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതായിട്ടും വരുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ രാജ്യ സംരക്ഷണത്തെക്കാൾ കൂടുതലായിട്ട് ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ഈ മതവുമായിട്ട് കൂട്ടിക്കഴിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരത്തില്ലേ? ഈ ചെലവുകളെല്ലാം ഈ വല്ല പോസിറ്റീവായിട്ട് ഡെവലപ്മെൻറ്റിനും ആൾക്കാരുടെ ജീവിത നിലവാരവും ഉള്ള പൈസയാണ് ഇങ്ങനെ കളയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ രാജ്യത്ത് അതങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളിലും ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇവിടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് സന്നിവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇടപെടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ മതത്തിലുള്ള ആൾക്കാർ ഇവിടുത്തെ പൗരന്മാരാണ്. അവരുടെ മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറയാം, അവിടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് സ്വായത്തമാക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന അത് സമൂഹത്തിൻ്റെ ഒരു നേർച്ച തന്നെയാണ് ഈ മതങ്ങൾ. പക്ഷേ ഈ മതം അന്യായത്തിന് വേണ്ടി വിലപേശുമ്പോൾ ഞാൻ പറഞ്ഞത് മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കുകയുള്ളൂ, മതങ്ങളെ കൂട്ടുപിടിക്കുന്നത് ശരിയാണോ? നമ്മുടെ ഭരണഘടന അത് പറയുന്നുമില്ല. കാരണം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചാൽ അത് ആ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കാൻ വരെ നിയമമുള്ള രാജ്യമാണ് നമ്മുടേത്. അതെ, അല്ല, വോട്ട് പിടിക്കുന്നതല്ല ഞാൻ പറഞ്ഞേ, മറ്റേ വികസന കാര്യങ്ങളിലൊക്കെ മതത്തിന് ഇടപെടുന്നതിന് തടസ്സമില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യമുള്ള മതം എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ആ മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരുടെ ഒരു നീതി നമ്മൾ ചോദിച്ചു. എനിക്ക് എൻ്റെ മതത്തിലുള്ളവർ മാത്രം ജീവിച്ചാൽ മതി, മറ്റുള്ളവരുടെ മതത്തിലുള്ളവർ ജീവിക്കേണ്ട, ഞങ്ങളുടെ മതത്തിൽ കൂടുതലുള്ളവർക്ക് വികസനം വന്നാൽ മതി, മറ്റുള്ളവർക്ക് അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സെൻട്രൽ മെഡിക്കൽ കോളേജ് എയിംസ് അനുവദിക്കാമെന്ന് വെച്ചു. അത് ആവശ്യമുള്ളൊരു സ്ഥലത്ത് കൂടുതലുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. നമ്മൾ കൂടുതൽ താമസിക്കുന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അതാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്. പ്രാദേശികവാദവും അല്ലെങ്കിൽ ഈ പറഞ്ഞ താല്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ളത്. എൻ്റെ സ്ഥലത്തും കൂടി ഒരെണ്ണം കൂടെ കിട്ടുവാൻ ഞാൻ ശ്രമിച്ചു മേടിക്കുക. അതാണ് ജസ്റ്റിസ്, ഒരു സാമാന്യ നീതി എല്ലായിടത്തും പുലരേണ്ടതുണ്ട്.
അപ്പോൾ ഈ മതത്തിൽ രാഷ്ട്രീയത്തിൽ മതം കൂടുതൽ ഇടപെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുക. കൂടുതൽ അതിൻ്റെ ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ അത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത് ചെയ്യുവാണെന്നേ. അതെ, അത് നമുക്ക് പറയാം. ഇപ്പോൾ ഏറ്റവും സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ സംഭവിച്ചത്, അത് ഒരിക്കലും പൊളിറ്റിക്സായിട്ട് തന്നെ കണക്കാക്കണ്ട. നമുക്ക് കേട്ടറിവുള്ളത് ഒരു അമ്പലം ത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ അതുപോലെയുള്ള മോസ്കിൻ്റെയൊക്കെ അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മമോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത് ആചാര്യന്മാരാണ് അല്ലേ, മതാചാര്യന്മാർ. നമ്മുടെ പള്ളിയാണെങ്കിൽ മെത്രാനോ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ വരും, അമ്പലമാണെങ്കിൽ പൂജാരി അവരുടെ ആളുകൾ, ക്ലിയർ ആയിട്ടത് അവരുടെ മോസ്കിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് ലംഘിക്കപ്പെട്ടില്ലേ. അയോധ്യയിലാണെങ്കിൽ അവിടെ ആരാ അയോധ്യ അമ്പലം ഉദ്ഘാടനം ചെയ്താരാ? മുഖ്യ കാർമ്മിയായിരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. നേരെ തിരിച്ചാണ് സാറേ, നമ്മുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്താരാ? ഉദ്ഘാടനം ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ രാഷ്ട്രപതിയല്ലേ. നമ്മുടെ മത ആളുകളെയൊക്കെ കൊണ്ടുവന്നു, ആദ്യം ഇത് കിട്ട് സന്യാസിമാരെ കൊണ്ടുവന്നു. സന്യാസിമാർ വരുന്നതോ വരാതിരിക്കുന്നതോ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യനീതിയാണ് ഇത് വരുന്നത്. എല്ലാവർക്കും ഭരണഘടന ഉണ്ടാക്കപ്പെടുന്നതും ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുമായ നിയമനിർമ്മാണം നടത്തേണ്ടതുമായ നമ്മുടെ ഭരണത്തിന് ശ്രീകോവിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റിൽ ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗര അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിയായാലും പ്രധാനമന്ത്രിയായാലും ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ഒരു നമ്മുടെ ശ്രീകോവിൽ, ആ ശ്രീകോവിൽ തിരിച്ചും ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന സന്യസ്ത ശ്രേഷ്ഠർ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട അമ്പലം അത് രാഷ്ട്രീയ പ്രമുഖന്മാരും ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് ശരിയായ ഒരു സന്ദേശമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ ഈ നമ്മുടെ അയോധ്യയിലെ അമ്പലമാണെങ്കിൽ പോലും അയോധ്യയിലൊരു അമ്പലം വരുന്നതിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യ സമയത്ത് മുമ്പുണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞ് അന്ന് നിലനിന്നിരുന്ന ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ ഒരു അമ്പലം വരണമെന്ന് പറയുന്നതിനോട് എനിക്ക് മനസ്സിലായിട്ട് ചെയ്യത്തില്ല. കോടതി പോലും എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒന്നെങ്കിൽ അതൊരു പൊതു ഇടമായിട്ട് എല്ലാവർക്കും വരാവുന്നൊരു സംരക്ഷിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും 2 സ്ഥലം കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു കൺസെൻറ്റ് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്കൊരു പള്ളി പണിത് കൊടുത്തുകൊണ്ട് വേണേൽ ഇവിടെ പണിയായിരുന്നു. പക്ഷേ ഇത് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെയുള്ളെങ്കിൽ അതാണ് അടുത്ത ഒരു സർവേ ഒക്കെ ഞാൻ ഇവിടെ തുടങ്ങിയില്ലായിരുന്നു. ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഞാനത് ആദ്യം തന്നെ പറഞ്ഞു വന്നത്, നമ്മൾക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഞാൻ പറയട്ടെ, പൊതുസമൂഹത്തിന് ഇതാണോ താല്പര്യം എന്ന് നമ്മുടെ രാജ്യത്തെ 80% അല്ലെങ്കിൽ 70% വരുന്ന ഹൈന്ദവ സഹോദരന്മാരാണ്. പരമ്പരാഗതമായിട്ട് അവർ സഹിഷ്ണുതയുടെ പര്യായം കൂടിയാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള, അതായത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് അവർക്കെല്ലാം സ്വാഗതം മോദി അവരോടൊപ്പം നടന്ന ഒരു വിഭാഗമാണ് ഈ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. ഈ ജ്യൂസൊക്കെ അവിടുന്ന് പാലായനം ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിച്ചു ഇവിടെയാ. എല്ലാവരെയും ഓടിച്ചപ്പം അവരെ സ്വീകരിച്ച് ഇവിടെ ബാക്കിയുള്ള മതങ്ങളെല്ലാം ഇതിനകത്ത് മധ്യപൂർവ്വ ദേശത്തു നിന്ന് വന്നതാണല്ലോ. ക്രൈസ്തവ മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന മതങ്ങൾ എന്ന് പറയുന്നത് ജൈന ബുദ്ധ മതങ്ങൾ മാത്രമേ ഇവിടെ ക്രിസ്തുമതത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള മതങ്ങളെല്ലാം വിദേശ മതങ്ങളാണ്. അവരെല്ലാം ഉൾക്കൊള്ളാനും അവർക്കെല്ലാം ഉരുപ്പടി കൊടുക്കുകയും ചെയ്ത സഹിഷ്ണുതയോടുകൂടി നിന്ന് അന്നത്തെ രാജാക്കന്മാരോട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ പേരിൽ അന്ന് അങ്ങനെ ചെയ്തു, അത് ശരിയായില്ല, ഇന്ന് അത് അടിച്ചു പൊളിച്ചു, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്നുള്ള ഒരു നിലപാടെടുത്ത് രാഷ്ട്രീയ വോട്ടെടുപ്പ് അല്ലെങ്കിൽ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ അതിനെ വിനിയോഗിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് പറ്റിയതല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. 1947 എന്താ ഉണ്ടായിരുന്നോ ആ സ്റ്റാറ്റസ് കോ എന്ന് നിലനിർത്തി പോകാൻ പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവർക്ക് ഇനി അവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണ എത്തിയിട്ട് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇതിനകത്തെല്ലാം വേണ്ടത് ഈ പറഞ്ഞ ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. ഒരു ലോകത്തിൻ്റെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണെന്നല്ലാണ് നമ്മുടെ എല്ലാം വിശ്വാസം. ഈ ഭൂമിയും പ്രപഞ്ചവുമല്ല. അതിന് എൻ്റെ ദൈവമെന്നോ നിൻ്റെ ദൈവമെന്നോ പറഞ്ഞ ദൈവമില്ല. എല്ലാവർക്കും ഒരു അതിനെ പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല പേര് ഞാൻ എൻ്റെ ഒരു പേരിട്ട് വിളിക്കുമ്പോൾ വേറൊരാൾ വേറൊരു പേരിട്ട് വിളിക്കുന്നു. തത്വമസി നിന്നിൽ ദൈവത്തെ കാണണം, അത് നീയാകുന്നു. ആ തത്വമസിയിലേക്കും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതിലേക്കും അടങ്ങുന്ന ആ ഒരു വിശ്വമാനവികത കൈമോശം വരുത്തി
ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും നിൻ്റെ ആത്മാവ് നശിച്ചിട്ട് നീ എന്തെല്ലാം നേടിയിട്ട് എന്ത് കാര്യമെന്ന് വെച്ചാൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും സ്വന്തം സഹോദരന് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് ജീവിച്ചിട്ട് എന്ത് നേട്ടമാണ്, എന്ത് ഭൗതിക നേട്ടം ഉണ്ടാക്കിയിട്ട് നമുക്കെന്താ നേട്ടമുള്ളത്? ആ ഒറ്റ വീക്ഷണം മതി തത്വമസി, അല്ലെങ്കിൽ ആ ഒറ്റ വീക്ഷണം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാ? അതെ, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബാലൻസിങ് വരേണ്ടത്. നേതൃത്വം അതിന് തലപ്പത്തിരിക്കുന്ന ആളുകൾ വേണം. ഞാനോ നിങ്ങളോ നിരൂപിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതിന് സ്വർണ്ണ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അത് നമുക്കറിയാം. നെഹ്റുവിൻ്റെ കാലം തൊട്ടേ നമ്മൾ ആ ഒരു ഇതിലേക്ക് ആണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ എല്ലാ മതങ്ങളും എന്നെ വെട്ടിമുറിച്ചിട്ട് എൻ്റെ രാജ്യം വെട്ടിമുറിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച രാഷ്ട്രപിതാവാണ് നമുക്കുള്ളത്. ആ അഹിംസയുടെ വക്താവാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഇന്നും ഒരു അത്ഭുത മനുഷ്യനായിട്ട് നിൽക്കുന്ന മഹാത്മാഗാന്ധി നമുക്ക് പകർന്നു തന്ന എല്ലാവരെയും ഉദ്ധരിക്കാൻ, ഹരിജനങ്ങളെന്ന് പേരിട്ട് അവർണരെ കൂടെ നിർത്താൻ, എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് കാണിച്ചു തന്ന പാത വിട്ട് നമ്മൾ വേറെ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ജീവന് ഒരു വില കൊടുക്കുന്ന ഒരു സമൂഹത്തിലെ മതം ഉള്ളൂ. ജീവനെതിരായിട്ട് പോകുന്നതെല്ലാം ഭീകരതയാണ്. ഇപ്പോൾ അതിപ്പം ദൈവം തന്നല്ലേ ജീവൻ. അതെ അതെ, യുദ്ധമാണെങ്കിലും അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ഈവൻ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഒരു ശിശുവിനെ കൊല്ലുന്ന ഒരു ഡോക്ടർ വരെ ഭീകരന. ജീവൻ നശിപ്പിക്കാൻ അവകാശമില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിരാളിയെ കൊല്ലുന്ന അയാൾ ഭീകര പാർട്ടിയാണ്. അതെ അതെ. ഒരു യുദ്ധത്തിൽ ആളുകളെ കൊല്ലുന്നത് യുദ്ധനീതിയാണ്, യുദ്ധം പറയുമ്പോൾ പോലും അവിടെ ഒരു മർഡറാണ് നടക്കുന്നത്. മർഡർ. ആ മർഡർ ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. പക്ഷേ നമ്മുടെ സ്വയജീവനെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വരുമ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതും രാഷ്ട്രങ്ങളുടെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ യുദ്ധത്തിൽ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല കാലങ്ങളായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടാനുകൂടി ആളുകൾ ജനിച്ച് മരിച്ചതിൽ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവികമായി ജീവിച്ച് മരിച്ചതിൻ്റെ 4 ഇരട്ടി ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതരത്തിൽ. ഒന്നെങ്കിൽ യുദ്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ, അങ്ങനെ എന്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ മഹായുദ്ധങ്ങൾ വരുമ്പോൾ എത്ര ലക്ഷം ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചോദിക്കും. കൂടാനുകൂടി ആളുകൾ. നമുക്കറിയാമല്ലോ, നമ്മുടെ പഴയ പുരാണങ്ങളെല്ലാം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് 1 മുതൽ 2 യുദ്ധമായിരുന്നു. യുദ്ധത്തിൽ മരണം ഇതിൽ നല്ലൊരു പങ്ക് യുദ്ധവും മത ബേസ്ഡ് ആണെന്നുള്ളത് മാത്രമല്ല, പണ്ടും അതുണ്ടായിരുന്നു. മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും നമ്മുടെ പഴയ നിയമം എടുത്താലും ഖുർആൻ എടുത്താലും അതുപോലെ തന്നെ നമ്മൾ ഗ്രീക്ക് യവന കഥകളിലേക്ക് പോയാലും എല്ലാം വീരന്മാരുണ്ടാകുന്നത് ആളുകളെ കൊന്നാണ്. അതിവിടെ എല്ലാം നമ്മുടെ ഇവിടെ മാമാങ്കം പോലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊക്കെ മാറ്റം വന്നത് കാലാകാലങ്ങളിലുള്ള ആത്മീയ നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടും, യുദ്ധമല്ല എല്ലാത്തിനും സമാധാനം, ഒന്നും കണ്ണിന് കണ്ണിനും കല്ലും പല്ലിന് പല്ലെന്നുള്ളത് മാറ്റി ക്ഷമിക്കുക എന്നുള്ള, സ്നേഹിക്കുക എന്നുള്ള. നെഗറ്റീവ് മാസം പറഞ്ഞ ഈ മതത്തിന് ഒത്തിരി നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കേരളത്തിനൊക്കെ ഈ ഉയർച്ച ഉണ്ടാക്കുന്ന മതങ്ങളാണ്. എല്ലാ മതങ്ങളും, ക്രിസ്തു മതം, നമ്മുടെ സർവീസ്, ശ്രീനാരായണ ഗുരുവിന്റെ ഉത്ബോധനങ്ങൾ പഠിച്ച് വിദ്യ നേടുക. വിദ്യ കൊണ്ട് വിദ്യ നേടുക. വിദ്യ കൊണ്ട് കേരളത്തിലെ ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടെന്ന് പറയുന്ന ഒരു റീസൺ ഇത് മാത്രം. ഈ വിദ്യാഭ്യാസം അവർക്ക് നേരത്തെ നന്മയും തിന്മയും ഉണ്ട്. പക്ഷേ അധികമായ രാഷ്ട്രീയ പ്രവേശനം അത് ഒരിക്കലും നമ്മുടെ ഒരു സൽഭരണത്തിനോ അല്ലെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രത്തിനോ ഒട്ടും ചേർന്നതല്ല എന്നുള്ള. അല്ല, അതിൽ ഓരോ ഇപ്പം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്ന സമയത്തും അവിടെ എത്ര മതത്തിൽപ്പെട്ടവരുണ്ടെന്ന് നോക്കിയിട്ട് പോലും ഇപ്പം സ്ഥാനാർത്ഥി നടക്കുന്നത്. നമ്മളൊരു ആർജവം വരണം. ഇപ്പം എന്നെ ജയിപ്പിച്ചാൽ, ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, എന്നെ ജയിപ്പിച്ചാൽ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ സുസ്ഥിരതയ്ക്ക്, മതനിരപേക്ഷതയ്ക്ക് ഭംഗം വരുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യേണ്ട, അത് എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും വോട്ട് ചെയ്യേണ്ടെന്ന് പറയാനുള്ളൊരു ആർജവം
ഒരു ധൈര്യം ഓരോരുത്തരും. അതല്ലേ പറഞ്ഞു, അത് പോയി ഇപ്പോൾ മതാധിഷ്ഠിതമായി സ്ഥാനാർത്ഥികളെ നിർത്തി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നയാൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അല്ല ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, നമ്മൾ കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് മേടിച്ച് ജയിച്ചിട്ട് മതനിരപേക്ഷത പറയുന്ന അല്ലെങ്കിൽ മതേതരത്വം പറയുന്ന ദയനീയമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് തന്നെ. അത്രമാത്രം അധപ്പതിച്ച് നമ്മൾ. ഇപ്പം തന്നെ ഈ പൂരം കലക്കിയ വിഭാഗങ്ങളൊക്കെ വരുന്നില്ല. കഷ്ടമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നതാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെയാണോ ഇത് നടന്നത് നമ്മൾ ആലോചിച്ച് പോവുക. അല്ല, അവിടെ ഒരു ഗൂഢാലോചന നടന്നു. എന്നിട്ട് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിൻ്റെ അവരുടെ ആചാരങ്ങളുടെ മേൽ കടന്നു കയറി വർഷാവർഷങ്ങളായിട്ട് വളരെ സുന്ദരമായി നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു 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 ഉത്സവത്തെ നശിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷന് വേണ്ടി വെറുതെ 4 വോട്ട്, നമ്മുടെ 4 കാശിന് വേണ്ടി കിട്ടും ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടി സ്വന്തം മനസാക്ഷിയെ നശിപ്പിച്ചിട്ട് ഇവരൊക്കെ എന്ത് നേടിയിട്ട് തന്നെ കാര്യം ഇരിക്കുന്നത്? അല്ല, എനിക്ക് ഈ ശശി തരൂരിനൊക്കെ ഒരു ബഹുമാനം കൂടിയത് എന്താണെന്നറിയോ? ഈ പലസ്തീൻ യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം മലപ്പുറത്ത് വന്ന സമ്മേളനത്തിൽ പറഞ്ഞു ഹമാസ് ഭീകരവാദിയാന്ന് പറഞ്ഞു. അതത്രയും പറയാനുള്ള കാണിച്ച ചങ്കൂറ്റത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് പറയാതെ ഇരുന്നിട്ട് ഇവിടെ അങ്ങനെ ഇവിടെ മുസ്ലിം വിരുദ്ധനാക്കി മാറ്റുന്നു. സത്യം പറഞ്ഞാൽ മുസ്ലിം പലസ്തീനൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. കാരണം പലസ്തീൻ ഒരു രാഷ്ട്രമാണ്, അവരുടെ അധികാരത്തിനെ കൊടുത്ത് എന്നും പറഞ്ഞ് പാലസ്തീൻ രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വേറൊരാളെ കൊല്ലുന്നവനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അതിന് എല്ലാ പുള്ളിയുടെ പാർട്ടിയിലുള്ളവരും മറ്റു പാർട്ടിയിലുള്ളവരെല്ലാം പുള്ളിയെ കുരിശേക്കയറ്റാൻ നടക്കുമായിരുന്നു. അതല്ലേ സത്യം പറയാൻ പാടില്ലല്ലോ ഇവിടെ ആരെയും സത്യം പറഞ്ഞവൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞ ആളുകളെ മുഴുവൻ വഴികാട്ടിയവനെ കുറിച്ച് സത്യം പറഞ്ഞവന് വെടിയുണ്ടാ അല്ലേ? അല്ല, ഇത് സത്യം പറഞ്ഞവരെ എല്ലാം ഈ ലോകം തീർത്തിട്ടുണ്ട്. അതെ അതെ, ഇപ്പോഴും സത്യം പറയുന്നവരെ കേസ് കൊടുക്കുക. സത്യം, ഈ ലോകത്തിൽ സത്യവും മാത്രം വിളിച്ചു പറഞ്ഞ മുഴുവൻ ആളുകളെയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അപൂർവമായിട്ടുള്ളത് നമ്മുടെ ശ്രീപുത്രനെ മറ്റുള്ള അതൊന്നും തന്നെയാണ് ചെയ്യാതിരുന്നത്. സോക്രട്ടീസ്, നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞാൽ സത്യം പറഞ്ഞ സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു തുടങ്ങിയാൽ അവസാനം മാർട്ടിൻ ലൂതർ കിങ് ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ, ഗാന്ധിജി ഉൾപ്പെടെ, ക്രിസ്തു എത്രയോ ആളുകളെ ഈ ലോകം ക്രൂശിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അവർ നല്ല കാര്യങ്ങൾ മാത്രം. എബ്രഹാം ലിങ്കൻ ചെയ്തത് എന്ത് തെറ്റിനാണ് എബ്രഹാം ഇങ്ങനെ വെടിവെച്ചു വന്നത്? അല്ല, അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തവരെ മുഴുവൻ ലോകം എന്നും പൊറുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു കൊല ചെയ്യപ്പെട്ടാലും അവർ ഈ സമൂഹത്തിൽ കൊളുത്തി വെച്ച ദീപശിഖ, ആ വെളിച്ചത്തിലാണ് ഇന്നും ഈ ഭൂമിയുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് നിൽക്കുന്നത്. അല്ല, ഈ മനുഷ്യരാശി നിലനിൽക്കുന്നത് പറഞ്ഞാൽ അവിടെ കുറച്ച് നല്ല മനുഷ്യരുണ്ടെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ മൃഗമല്ലേ, മൃഗതുല്യനാണല്ലോ, 2 കാര്യം നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവരിലേക്ക് നന്മയുടെ വെളിച്ചം കടത്തി വിട്ടത് ഇത്തരം ദൈവിക ചിന്തകളും അതിനകത്ത് മതത്തിന് ഒത്തിരി അതുണ്ട്. പക്ഷെ മതം കാണിച്ച ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മതം മാത്രമേ നല്ലതാണെന്ന് പറയുന്നു എന്നോർത്ത് മാത്രമേ ഈ മതത്തിന് കുഴപ്പമുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും മതങ്ങൾ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അവൻ്റെ ഈ നന്മയ്ക്കും കാരണമായിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾക്ക് വിശ്വസിക്കാം, അത് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരില്ലെന്നുള്ളൂ. നമ്മുടെ നിയമത്തിനുള്ളിലായിരിക്കണം, സാമൂഹിക അടിസ്ഥാനമായിരിക്കണം. അതല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. എൻ്റെ മതം മാത്രമേ ശരി, എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോക്കാന്ന് പറയുന്നിടത്തല്ലേ ഇവിടെ കുഴപ്പമുണ്ടാകുന്നത്. എനിക്ക് ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ആണെന്ന് തോന്നുന്നൊരു ലേഖനം, നമ്മളെല്ലാം ദൈവത്തിനെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്. ദൈവത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ദൈവത്തിനെ സംരക്ഷിക്കാൻ നമ്മളാരാ? ദൈവത്തിനെ സംരക്ഷിക്കേണ്ട വലിയ ബാധ്യത മനുഷ്യനുണ്ടോ? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവമേ എന്ന് വിളിക്കേണ്ട നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ഈ വെട്ടിയും കുത്തും ചാകാൻ ഇവരൊക്കെ എന്നെ അവകാശം? അല്ല, ശരിയല്ലേ സാറേ? സാറ് മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെയും നമുക്ക് മുകളിൽ ഒരാൾ നമുക്ക് പറയാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ എന്നുള്ള രീതിയിലും വേണേൽ നമുക്ക് പ്രാർത്ഥന നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. പക്ഷേ ആ പ്രാർത്ഥന നല്ലതിനായിരിക്കണം, നല്ല സമൂഹത്തിന് വേണ്ടി. അയലക്കാരൻ മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ സാറ് പറഞ്ഞ തന്നെ ഈ മതത്തിന്റെ അകത്തും പ്രശ്നങ്ങളാണ്, തമ്മിലടിയാണ്. ഒരു പള്ളിക്കകത്ത് മറ്റൊരു പള്ളിക്കാരനെ കയറ്റത്തില്ല. എന്നാത്തിനാ? അതായത് നമുക്കറിയാമല്ലോ സഭാതർക്കങ്ങൾ, അത് ഒരു മേശയ്ക്ക് അപ്പുറത്ത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റാത്തവർ എന്ന് ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളായോണ്ട് ഇപ്പോൾ അങ്ങനെ പറയുന്നത്, നമുക്ക് വേറെ മതത്തിനെ പറ്റി ഇപ്പോൾ അങ്ങനെ പറയത്തില്ല. അല്ല, നമുക്ക് പറയാം. ഞാനേ നമ്മുടെ ഇതിലാണെങ്കിൽ തന്നെയും ഇപ്പം
സഭയിലെ തർക്കങ്ങളില്ലേ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ദൈവത്തിന് ഇത് വല്ലവും അതല്ല ഞാൻ ആദ്യം വന്നേ, ദൈവത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവർക്ക് എന്തിരിക്കുന്നു? ഇത് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഈ രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു തെറ്റ്, ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് വെച്ചു, അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളുന്ന ഒരു സമുദായത്തിനകത്തൊരു തെറ്റ് കണ്ടുപിടിച്ചാൽ അത് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നു, ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ഈ പവിത്രൻ എന്നും പറഞ്ഞ ഒരാളുടെ ഞാൻ മാതൃഭൂമി വായിച്ച പോലെ, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞ വിശാലമായ ഒരു മുദ്രാവാക്യം ഉയർത്തി. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അല്ല അത് മുദ്രാവാക്യം. അത് ഒരു പരിവരെ യുക്തിവാദികളും മിശ്ര വിവാഹ ഉപയോഗിച്ചിരുന്ന ആളുകളൊക്കെ അതിനകത്ത് എടുത്തു ഉപയോഗിച്ച് പോരും. ഒരിടയ്ക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം വരുന്നത് ഒരിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരാ മുദ്രാവാക്യം. അല്ല, അത് ഞാൻ പറഞ്ഞത് സത്യത്തിൽ നമ്മളിലെല്ലാം ഉള്ളതൊരു മാനവ രക്തമാണ് ഉള്ളത്. നമ്മളിലുള്ളതെല്ലാം ദൈവം തന്ന രക്തമാണ്. അതിനെ ഹൈന്ദവ രക്തമാക്കിയും ഇസ്ലാം രക്തമാക്കിയും മുസ്ലിം ക്രിസ്ത്യാനി രക്തമാക്കിയും മാറ്റാതെ ദൈവം നമുക്ക് തന്ന ആ രക്തത്തെ മാനവന്റെ രക്തമാക്കി മാറ്റിയാൽ ഈ ദൈവം അതിൽ പ്രസാദിക്കും എന്ന് പറഞ്ഞതുപോലെ, ഒരു സമുദായത്തിൽപ്പെട്ട ആളെ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ആ സമുദായത്തെ വിമർശിക്കാൻ ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് വരേണ്ട ഗതികേടിലാണ് ഇപ്പം നിൽക്കുന്നത്. അല്ല, ഇതാ ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങളെ പറ്റി പറയാം മുസ്ലിങ്ങൾ വരണം, ക്രിസ്ത്യാനിയെ പറ്റി പറയാം ക്രിസ്ത്യാനി വരണം. സുന്നി തമ്മിൽ എത്ര പ്രശ്നങ്ങൾ നമ്മുടെ അറബ് രാജ്യങ്ങളിൽ നടന്നു. ഒരേ സഹോദരങ്ങളല്ലേ അവര്. നമ്മുടെ ഈ തർക്കമാണെങ്കിൽ, കുർബാന തർക്കമാണെങ്കിലും ദൈവത്തിന് ഇതൊന്നും എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ഇല്ലാലും സാറ് ചിന്തിക്കുന്നുണ്ട്. ഇതിൽ ആര് കുർബാന കാണാൻ പോകുന്ന ഇതുണ്ടോ? അവരെങ്ങോട്ട് തിരിഞ്ഞിരിക്കും, നമ്മളെ ബാധിക്കുന്നു. പോപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചാൽ അത് ആരെങ്കിലും പറഞ്ഞിട്ടാണിക്കുമല്ലോ അങ്ങനെ വന്നത്. അപ്പം ഒരു സിനഡ് കൂടുമ്പോഴാണ് ഒരു സിനഡ് കൂടുമ്പോഴാണെങ്കിലും ഇത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആചാരമാണ്, അത് അങ്ങനെ പോട്ടെന്ന് വേണമെങ്കിൽ തിരിച്ചൊരു ഇനി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ സിനഡൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ബൈൻഡ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവർക്ക് ബാധ്യതയുണ്ട്. അനുസരണത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനെ അനുസരിക്കാതിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കുർബാന കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പട്ടം തരുള്ളൂ എന്ന് പറഞ്ഞപ്പോ വേലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചിന്തിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞേ, ഒരു പരിചയമില്ലാത്ത നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ജീവിച്ചു വളർന്നതിന് നമ്മൾ കേട്ട് അനുഭവിച്ച് ജീവിച്ചു വന്ന ആ സുന്ദരമായ സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആ കാലത്ത് നിന്ന് നമുക്ക് പരിചയമില്ലാത്തതും പരിചിതമില്ലാത്തതുമായ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ദൈവവിശ്വാസവും മതവിശ്വാസവും രാഷ്ട്രീയ ഇടപെടലുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. അല്ല, ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം, ഇപ്പം വിശ്വാസം കൂട്ടാനോ എന്തെങ്കിലും ഒരു നാടിനൊരു നന്മ, 10 പേർക്ക് ജോലി, പട്ടിണി മാറ്റാൻ, രോഗാവസ്ഥ മാറ്റിയെടുക്കാം, ഇതിനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം കൂട്ടി ഒന്നെങ്കിൽ അവരുടെ മനസ്സിനൊരു ഉല്ലാസങ്ങളും കൊടുക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഇത് സഹകരിക്കായിരുന്നു. ഇതൊന്നുമില്ല. അവന് ഇതെല്ലാം ചെയ്യുന്നതിന് പേരിൽ ആ വിഭാഗം ആളുകൾക്ക് പിന്നെ ദുരിതമാണ്. അതെ, ഒരു ആചാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് തമ്മിലടിച്ച് സമൂഹത്തിന് ദുർമാർഗത കാണിച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിലും മിടുക്കന്മാരാന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ ഇതൊക്കെ എന്താന്ന് നമുക്ക് പുതിയ തലമുറ മാറി ചിന്തിക്കട്ടെ. നമ്മളെ ശ്രമിക്കുന്ന പുതിയ തലമുറ ഇതിനകത്ത് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കിത് പ്രത്യേകിച്ച് ഒരു മതത്തിനോട് പ്രീതിയോ അപ്രീതിയോ ഒരു മതം എനിക്കില്ല. നമ്മുടെ സൗഹൃദങ്ങളിൽ എല്ലാവരും ഒരേപോലെ. ഞാൻ ഇന്നുവരെ എനിക്ക് ആത്മാഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്നുവരെ ഒരു മനുഷ്യനെ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെ പേരിൽ ഒരു ആളോട് പോലും എനിക്ക് വേർതിരിച്ച് ഒരു ചിന്ത എൻ്റെ ബോധമണ്ഡലത്തിൽ വന്നിട്ടില്ല. നമ്മൾ ജോലി ചെയ്തവൻ്റെ നടക്കല്ല, നമ്മൾ ആ ഇത് വെച്ചിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് ഇന്ന് വരെ വന്നിട്ടില്ല. എനിക്ക് ഈ നമ്മൾ ജനിച്ചു വളർന്ന ഒരു മത സംവിധാനത്തിൽ ഒരു വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളോടൊന്നും ഒരു തരത്തിലും നമുക്ക് അഭിപ്രായമോ വ്യത്യാസമോ അവരെല്ലാം ഒന്നാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും നാളെ അങ്ങനെ തന്നെ ആയിരിക്കും.
പക്ഷേ നമ്മളത് നമ്മുടെ വിശ്വാസം മറ്റുള്ള അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കിയിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഭാഗത്ത് നീ തന്നെ ഇങ്ങോട്ട് വിശ്വസിച്ചില്ല, നിന്നോട് എനിക്ക് പിണക്കമാണെന്ന് പറയുന്നിടത്താണല്ലോ ഈ കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ ചിലർ വിചാരിക്കേണ്ടത് എൻ്റെ മതം സുപ്പീരിയർ ആണ്, മറ്റൊരു ചീഞ്ഞത് അത് പോരാ, രണ്ടാം കട മൂന്നാം കട പഴയ ചാതിർ പറഞ്ഞു. അല്ലെങ്കിൽ ഈ വർണ്ണ വിവേചനം, അങ്ങനെ ജാതിയുടെ പേരിൽ വർണ്ണം, ഭാഷയുടെ പേരിൽ വർണ്ണം, കളറിന്റെ പേരിൽ വർണ്ണം, അടിമത്തം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ഈ പുരോഗതിയിലേക്ക് വന്നത്. മനുഷ്യനെ വിറ്റ് അടിമകളായിട്ട് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പുരോഗതിയിലേക്ക് കടിപടിയായിട്ട് കടന്നു വന്ന് നോക്കണം. എന്നിട്ട് വീണ്ടും പുറകോട്ട് പോകരുത്. നമ്മൾ അത് പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ആൾക്കാരെ ഈ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേര് അടിമകളാക്കിയിട്ടിട്ട് കുറച്ചു പേരുടെ രാജാക്കന്മാരായി വാഴാനായിട്ട് വേണ്ടിയുള്ള ഒരു പരിപാടി. ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവൻ്റെയും അവരുടെ അധ്വാനവും അവരുടെ കർമ്മശേഷിയും അവരുടെ ബുദ്ധിയും നമ്മളൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനമെന്നോ അല്ലെ ബ്രെയിൻ മാപ്പിംഗ് എന്നൊക്കെ അത് പറഞ്ഞ് പുതിയ തലമുറ അതിൽ നിന്നെല്ലാം പുറത്ത് ചാടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആഹ്വാനം അതാണ്, പുതിയ തലമുറ എന്ന് പറഞ്ഞ് അവര് വേറൊരു ഫ്രീഡം ലെവലിലേക്ക് പോകും. അത് മതനിരാസമാകുകയും ചെയ്യരുത്. മനസ്സിലായി? മതനിരാസം അപകടമാണ്. മനസ്സിലായോ? എല്ലാത്തിനെയും നിരസിക്കുന്നതും അപകടമാണ്. ഇതിൽ എല്ലാത്തിനകത്ത് നമുക്കൊരു എന്നാ പറഞ്ഞൊരു ബേസിക് അറ്റ്മോസ്ഫിയറും ഒരു ബേസിക് ചട്ടക്കൂടും വേണം. ആ ചട്ടക്കൂടിനകത്ത് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള റെവല്യൂഷനെ അത് ഫലം ചെയ്യത്തുള്ളൂ. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഈ കുടുംബം ഏറ്റവും സ്ട്രോങ് ആയിട്ട് പോകുന്നതിന് ഒരു കാരണം മതങ്ങളാണ്. കാരണം ഇപ്പം ഇത് സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ഉള്ളത് തർക്ക വിഷയമാണ്. പക്ഷേ ഇതിന് ശേഷം സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്ന കാലത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലേ സ്വർഗ്ഗത്തിൽ ചെല്ലുള്ളൂ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട്. അതെ അതെ. അല്ല അതൊന്നും ഇല്ലെങ്കിൽ ഈ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം, എനിക്ക് മാത്രം എല്ലാ അസുഖങ്ങളും ആസ്വദിക്കണം എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അത് വേറൊരു ലെവലിലേക്ക് അവരെന്റെ ദുഃഖം എന്റെ ദുഃഖമായിട്ട് കാണാൻ കഴിയണമെന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളൊക്കെ അവിടെ പോകും. അവരുടെ ദുഃഖം അവരുടെ വഴി കിടന്ന് ചത്താൽ എനിക്ക് എന്നാന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നമായില്ലേ? പ്രശ്നമായില്ലേ? അല്ല, അവന് മോശം വന്നാലും എനിക്ക് സൂഹിക്കണമെന്ന് വന്നു കഴിയുമ്പോഴത്തേനും അതെന്റെ കാര്യമല്ല. കാരണം അതവന്റെ വിധി, ഇതെന്റെ എന്റെ കഴിവ് എനിക്ക് അത് പാടില്ലല്ലോ. അതൊക്കെയാണ് ഈ മതങ്ങൾ ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞ ഈ ആചാര്യന്മാരും ദൈവവും ദൈവവിശ്വാസങ്ങളും എല്ലാം നമുക്ക് മദർ തെരേസ പോലുള്ള ആളുകളെല്ലാം നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ നല്ല നല്ല മാതൃകകളല്ലേ നമുക്ക് ചെയ്തിരിക്കുന്നത്. ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കിവെക്കുന്ന അവർക്ക് വേറൊരു പ്രതീക്ഷയുണ്ട്, ദൈവം എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ ഞാൻ വായിച്ചല്ലോ, ഇത് ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു ഫ്രഞ്ച് ഡോക്ടർ അല്ലാതെ ഒരു ജർമ്മൻ ഡോക്ടർ, ഒരു ആൽബർട്ട് ഫെല്ലേറി എന്ന് പറഞ്ഞു. അത് അങ്ങേരെ സംബന്ധിച്ചിടത്തോളം അങ്ങേര് ഒരു മെഡിസിൻ പഠിച്ചിട്ട് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്ത് ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ പുരുഷങ്കരന്മാർ, എത്രയോ ആളുകൾ, എത്രയോ കൂടാനുകൂടി ആളുകളുടെ അല്ലേ ഈ ലോകം, അവരുടെ അല്ലേ ലോകം. കുഷ്ഠരോഗികളുടെ ഇടയിൽ അന്ന് ഡാമിയൻ അല്ല, അതൊക്കെ നമ്മൾ ആലോചിക്കണം. അതൊക്കെ അറിയാമല്ലോ നമുക്ക്. ഏതായാലും അസുഖം പിടിക്കും, നമ്മൾ മരിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിസ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് മതങ്ങൾ വേണം. മതം മനുഷ്യനെ മറയ്ക്കുന്ന കറുപ്പ് അല്ല. മതം മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു നിയതമായ ഈശ്വര ചിന്തയാണ്, മാനുഷിക ചിന്തയാണ്. അതിനെ അനാവശ്യമായി മറ്റുള്ളവർക്കെതിരായിട്ട് ഉപയോഗിക്കുകയും എൻ്റെ എന്നുള്ള സ്വാർത്ഥതയിലേക്ക് അതിനെ ഒരു ചെറിയ ഒരു കോണിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്യുന്നതെന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും വിശാലമായ കാഴ്ചപ്പാടോടെ മാനവ ക്ഷേമത്തിന് വേണ്ടി, മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിനെ വിനിയോഗിക്കപ്പെട്ടാൽ ഇതെല്ലാം നല്ലതാണ്. അതല്ലാതെ വരുന്നതെല്ലാം മോശമാണ്. മോശമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ആചാരങ്ങൾ പോലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അത് മോശമാണ്. ഇപ്പം കേരളത്തിലൊരു ആക്ടർ നമ്മുടെ വണ്ടിയിലിരുന്ന് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞ് കേസ് എടുത്തില്ലേ?
കേസെടുത്തായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒരു നൂൽബന്ധം ഇല്ലാതെ അവരുടെ അടുത്ത് പോയി രണ്ടും കൂടി എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ആചാരമാണെങ്കിൽ അവരുടെ ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ അതായിരിക്കും. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു മിനിമം ഒരു സാമൂഹിക ഒരു മറ്റേ നമ്മുടെ ഒരു എന്നാ പറയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവനും സ്വത്തിനും പ്രശ്നമില്ലാതെ നിയമങ്ങൾക്ക് വിധേയമായി സോഷ്യൽ ആയിട്ടുള്ള പാലിച്ചുകൊണ്ട് വേറൊരാളുടെ പ്രൈവസിക്ക് ദോഷം വരാത്ത രീതിയിൽ, വേറൊരാളുടെ ജീവിതത്തിന് ദോഷം വരാത്ത രീതിയിൽ. ചില ആൾക്കാർ എനിക്കിപ്പം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ള സാറ് ആചരിക്കുകയാണെങ്കിലും എനിക്ക് എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിശ്വാസമായിരിക്കും. അവൻ്റെ അന്ധവിശ്വാസം എൻ്റെ വിശ്വാസമായിരിക്കും, അതും എന്നത്തെ പ്രശ്നം. പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ എലന്തൂരൊക്കെ ചെയ്ത പോലത്തെ അന്ധവിശ്വാസം കാണിച്ച ആളുകളെ നരബലി കൊടുക്കുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിള്ളേരെ കൊല്ലുന്ന പറ്റത്തില്ല. ഇത് അതൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ അവനവൻ ആരും അറിയാതെ എവിടെയും ഗുഹയിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു കുഴപ്പമില്ല. രണ്ട് നൂല് കെട്ടുന്നതിനോ ഒരു കുഴപ്പമുണ്ട്. അതായത് എത്രയോ സന്യാസിമാർ, ഞാൻ ഇവിടെ കാശ്മീർ ശ്രീനഗർ പോയിട്ടുണ്ട്. ശ്രീനഗറിൽ പണ്ട് ഈ ശ്രീശങ്കരാചാര്യ ഇവിടെ നടന്ന് ശ്രീനഗറിൽ പോയൊരു ഗുഹയ്ക്കുണ്ട്. അവിടെ ഈ ദിവസങ്ങളോളം ജലപാനമില്ലാതെ ആളുകൾ ഇന്നും അവിടുത്തെ ചില ഗുഹകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹിമാലയ ഋഷികേശ് അല്ലെങ്കിൽ ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടം. മറ്റൊരാൾക്ക് ഒരു അങ്ങനെയല്ലേ പണ്ട് നമ്മളൊക്കെ ഈ ഋഷിവര്യന്മാരും മുനിമാരും ഒക്കെ ഈ ലോകത്തിന് എത്രയോ ശാസ്ത്രീയമായിട്ടുള്ളതും ഒക്കെ കാര്യങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഇപ്പം എല്ലാവരും നമ്മുടെ കണ്ണിൽ അന്ധവിശ്വാസമാണെങ്കിലും മറ്റുള്ളവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അതവരുടെ വിശ്വാസമാണ്. അതാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത്. അതവർക്ക് കുറച്ചുകൂടെ ഈ മനസ്സിന് ബലം നൽകുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അത് ചെയ്യുന്ന കുഴപ്പമില്ല. പിന്നെ ചിലർ ശാസ്ത്രവും മതവുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. ഇത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം തെളിയിച്ച്, പരീക്ഷണങ്ങൾ കൂടെ തെളിയിച്ച് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഓക്സിജൻ ഇല്ലായിരുന്നോ? ഈ ശാസ്ത്രം എന്ന് പറയുന്ന സാധനം നിലവിലുള്ളതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് മാത്രമേ. ഇത് കണ്ടുപിടുത്തം എന്നാ പറയുന്നത്, അല്ലാതെ പുതിയ കണ്ടുപിടുത്തമാണ്. നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഇതുപോലെ സിദ്ധാന്തം അനുസരിച്ച് ഈ സാധനം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം നോക്കി അത്ര മാസം പുറത്തു പോകുന്നുള്ളൊരു കണ്ടുപിടുത്തമാണ്. അത് നിലവിലത് നേരത്തെ പുള്ളി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെള്ളത്തിനകത്ത് ഒരു കാരണമുള്ള സാധനം ഇട്ടാൽ പുറത്തൊറ്റ ആടും. ന്യൂട്ടൺ ആകർഷണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആപ്പിൾ പണ്ടെന്ന് വീണാൽ താഴ്ത്തു. അത് ഒരിക്കലും മുകളിലോട്ട് പോകത്തില്ല. ഒരു പന്ത് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവിടെ നിന്നിട്ട് വരുന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും എന്നുള്ളതും പ്രതിപ്രവർത്തനവും പണ്ടും ഉണ്ടായിരുന്നു. അത് ശാസ്ത്രീയമായി അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പക്ക രീതിയിൽ അതിനെ പരുവപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. അതല്ലേ ഉള്ളൂ അതിനകത്ത്. അത് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് അർത്ഥമാകുന്നില്ല. ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഗുണപ്രദമായ രീതിയിൽ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്നില്ല. നമ്മുടെ കുറേ സോഷ്യൽ മീഡിയ നോക്കി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് കാണാം നമുക്ക്. അത് കണ്ടുപിടിക്കാത്തതെല്ലാം അന്ധവിശ്വാസങ്ങൾ എന്നുള്ള ഇതിലേക്ക് കാണാം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്നതാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ ശതമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.0 ഇട്ടിട്ട് ഒരു 10,000 പൂജ്യം ഇട്ടിട്ട് അപ്പുറത്തിട്ട് അത്ര പോലും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം ഉണ്ടായിട്ട് ഇതൊന്നും കൂട്ടിമുട്ടാതെ പോകുന്നത് തന്നെ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞത് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം എന്തുണ്ടായിരുന്നു, എന്ന് അവസാനിക്കുന്നു, എത്ര ആൾ കറങ്ങുന്നു, എങ്ങനെ കറങ്ങുന്നു, ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇനിയും കണ്ടുപിടിക്കാത്ത എന്തൊരു കാര്യങ്ങളുണ്ട്. ജീവൻ ഒന്ന് നിലനിർത്താനോ പിടിച്ചു നിർത്താനോ പറ്റുന്നുണ്ട്. എങ്ങനെ ജീവൻ നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ കളയാൻ പറ്റുന്നുണ്ടോ? അതെല്ലാം ശാസ്ത്രവും ഇതുമായിട്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് അത് മനുഷ്യൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലോജിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നതിനെ ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നു. ശാസ്ത്രീയമായ കണ്ടുപിടുത്തൽ എന്ന് പറയുന്നത് ഒരു വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തൽ. നേരത്തെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ, ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നതിന് മുമ്പ് ഭൂമി ഉരുണ്ട തന്നെ ആയിരിക്കുന്നത് അല്ലേ? ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടതിന് മുമ്പ് ഭൂമി ഉരുണ്ട തന്നെ ആയിരിക്കുന്നത്. ഈ സൂര്യനെ ചുറ്റും ഭൂമിയാ കറങ്ങുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പും സൂര്യനെ ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ട് തന്നെ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ഇത് അത് മനുഷ്യന്റെ ഭൗതിക മേഖലയിലുണ്ടായ മാറ്റം. അല്ല, അതാ ഞാൻ പറഞ്ഞ ഈ മതവും ലോജിക്കുമായിട്ട് അധികം കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് വിശ്വാസത്തിനെ പറ്റി പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. കാണപ്പെടാത്തതുകൊണ്ടൊന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള, അല്ലേ? അങ്ങനെയല്ലേ വിശ്വാസം എന്ന് പറയുന്നത്? കാണപ്പെടാത്തതുകൊണ്ടൊന്നും പ്രത്യാശിക്കുന്ന ലഭിക്കും, അതാണ് വിശ്വാസം. എല്ലാവരുടെയും കാര്യത്തിൽ അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ദൈവത്തിനെ കാണാനും പറ്റും. അപ്പോൾ അതുപോലെ
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മതവും പ്രാക്ടീസ് ചെയ്യുക, രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ കാണുക, അതെ മതത്തിന് മതമായിട്ട് കാണുക, അതെ അതെ വ്യക്തിയെ വ്യക്തിയായിട്ട് കാണുക, വൃത്തിയായിട്ട് കാണുക. ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ട് കാണുക. ഇതെല്ലാം കൂടെ കൂടി ചേർന്നാൽ കുടുംബ മാനവരാശിയുടെ പുരോഗതി ഉണ്ടാകും. ഇപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ, സോഷ്യൽ, മെൻ്റൽ, ഇപ്പം പറയുന്ന സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ, സോഷ്യൽ പറഞ്ഞു ശാരീരികവും മാനസികവും സാമുദായികവും സ്പിരിച്വലും വിശ്വാസപരവുമായ സുസ്ഥിതി എന്ന് പറയുന്നത്. വെൽബീങ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്നിച്ചു പോകുമ്പോഴേ ആ അസംബ്ലിങ്ങിലാണ് ആരോഗ്യകരമായിട്ട് ദൈവം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അന്നേരേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ രാജ്യത്തും ഉണ്ടാകട്ടെ, നമ്മുടെ സംസ്ഥാനത്തും ലോകമൊട്ടാകെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം. പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അതാണല്ലോ, ലോകോ സംസ്ഥോ സുഖനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം ഉണ്ടാകട്ടെ. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ?